ഏറ്റവും ഒടുവിൽ നമ്മുടെ വി ഡി സതീശൻ ഗവൺമെൻറ് അദാനിക്കെതിരെ കർശനമായ ഒരു നടപടി എടുത്തിരിക്കുകയാണ്. കേട്ടാൽ നിങ്ങളാരും ചിരിക്കരുത്. അദ്ദേഹത്തിന് അദാനിക്ക് അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു കത്തെഴുതിയിരിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് ഈ അതൃപ്തി എന്ന് പറയുമ്പോൾ ഇനി വല്ല മായ്ച്ചിട്ടിട്ടേക്കണമെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം അദാനി പ്രതികരിച്ചാലോ ദേഷ്യപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. കഴിഞ്ഞ ദിവസം അദാനിയുടെ കയ്യിലുള്ള കമ്പനി, അതിൻ്റെ പേര് നമുക്കെല്ലാം അറിയാം, അദാനി വിഴിഞ്ഞം പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളതാണ്. അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ AVPPL എന്നുള്ളതാണ്. അതിലേക്ക് അദാനിയുടെ 49% ഷെയറുകൾ വിറ്റുകൊണ്ട് 13,000 കോടി രൂപയിലധികം എത്തിയിരിക്കുന്നു. അത് കേട്ടിട്ട് നമുക്കാർക്കും ഒരു പ്രയോജനമില്ല. അത് അദാനിക്ക് മാത്രം ഗുണകരമായൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു 13,000 കോടി വന്നതുകൊണ്ട് കേരളത്തിലേക്ക് ഒരു ബീഡിക്കുറ്റി പോലും പുതിയതായിട്ട് വരില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ അദാനിയുടെ ഇത് എന്തെങ്കിലും നെയ്യപ്പം മേടിച്ചിട്ടായിരിക്കും അവരൊക്കെ തന്നെ ചാടിത്തുള്ളുകയും നമ്മളോടൊക്കെ ആഹ്ലാദിപ്പിൻ എന്ന് പറയുകയും നമ്മളെയൊക്കെ ഡാൻസ് കളിക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്തു. ഞാനിത് ഓൾറെഡി പല വീഡിയോകളിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എങ്കിലും ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞേക്കാം ഈ വീഡിയോകൾ മാത്രം കാണുന്നവർക്കായിട്ട്. കേരളത്തിൻ്റെ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സ്വന്തം കമ്പനിയായിട്ടുള്ള വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അതിൻ്റെ കമ്പനി അതാണ്. ആ കമ്പനി യഥാർത്ഥത്തിൽ മറ്റൊരു കമ്പനിയുമായിട്ടൊരു എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട്. അതാണ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ AVPPL എന്ന് പറയുന്ന ഒരു കമ്പനി. അപ്പോൾ അതിൽ 28% ഷെയറുകളെ ആ കമ്പനിക്ക് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ 28% ഷെയറുകളാണെങ്കിലും എഗ്രിമെൻ്റ് പ്രകാരം ഏതാണ്ട് 60 കൊല്ലങ്ങൾ വരെ 2034 വരെയുള്ള സമയത്തിനിടക്ക് അവർക്കാണ് ഇതിൽ മുഴുവൻ കാശും കിട്ടാൻ പോകുന്നത്. 2034 കഴിഞ്ഞിട്ടും 1%, അടുത്ത 2% ഒക്കെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. മാക്സിമം അങ്ങനെ അടുത്ത 2055-60 വരെ ഏതാണ്ട് നമുക്കൊരു 2%, 40% വരെ കാശ് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. വളരെ തുച്ഛമായ എമൗണ്ടേ ഗവൺമെൻറ് കിട്ടുള്ളൂ. എന്നാൽ അതിൻ്റെ 61% മുടക്കുന്നത് ഗവൺമെൻറ്റാണ്. ഏതാണ്ട് 5,800 കോടി രൂപയിലധികം മുടക്കുന്നത് ഗവൺമെൻറ്റാണ്. അദാനി വെറും 2,500 കോടി, 2,454 കോടി മാത്രമേ നടത്തിയിട്ടുള്ളൂ. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് 900 കോടി രൂപ എടുത്തു കൊടുത്തിട്ടുണ്ട്. അത് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഇത് വയബിളാണോ അല്ലെങ്കിൽ വയബിലിറ്റി ഇല്ലെങ്കിൽ കൊടുക്കുന്നൊരു ഫണ്ടാണ്. അത് തിരിച്ചു കൊടുക്കുകയും വേണം. അത് കേരള ഗവൺമെൻറ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ 28% വരുന്ന അദാനിയുടെ ഓഹരികൾ ഉള്ള ഒരു കമ്പനി അവരുടെ കമ്പനിയുടെ പകുതി ഓഹരികൾ, അതായത് 49% ഓഹരികൾ വിറ്റിരിക്കുന്നു. അദാനിയുടെ അക്കൗണ്ടിലേക്ക് പണം വന്നിരിക്കുന്നു. വളരെ സിമ്പിളായി പറഞ്ഞാൽ അദാനിക്ക് ഒരു വലിയ ലാഭം ഉണ്ടായിരിക്കുന്നു. കാരണം അദാനി കേവലം 2,454 കോടി രൂപ ഇറക്കിയിരിക്കുന്നു. ഈ തമാശ നിങ്ങളറിയേണ്ടത് ഈ 2,454 കോടി രൂപയും അദാനി, ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരം നമ്മുടെ 300-ലധികം വരുന്ന ഏക്കർ സ്ഥലം നമ്മൾ അദാനിക്ക് കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് പണയം കൊടുത്തതാണെന്നാണ്. എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് 5 പൈസ മുടക്കാതെ അദാനി വെറും 13,270 കോടി രൂപ നേടിയിരിക്കുന്നു. നമ്മളെല്ലാവരും തന്നെ അദ്ദേഹത്തെ ഹാർദമായി അഭിനന്ദിക്കേണ്ടതാണ് എന്നുള്ളത് പറഞ്ഞോട്ടെ. അപ്പോൾ ഈ സമയത്താണ് യഥാർത്ഥത്തിൽ ഇതിലൊരു ക്ലോസ് കൂടിയുണ്ട്. ആ ക്ലോസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലോസാണ്. ആ ക്ലോസ് അത് 25%-ലധികം വരുന്ന ഓണർഷിപ്പിൻ്റെ കൈമാറ്റം നടത്തുകയാണെങ്കിൽ, അതായത് അദാനിയുടെ കയ്യിലുള്ള ഷെയറിൻ്റെ ആണ് കേട്ടോ, അല്ലാതെ 25% ടോട്ടൽ ഷെയറിൻ്റെ അല്ല, അദാനിയുടെ കയ്യിലുള്ള ഷെയറിൻ്റെ കൈമാറ്റം നമ്മൾ നടത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് കേരള ഗവൺമെൻറ്റിനെ അറിയിച്ച് പ്രയർ പെർമിഷൻ, മുൻകൂട്ടി അനുമതി മേടിക്കണം എന്നുണ്ട്. പക്ഷേ മുൻകൂട്ടി അനുമതി മേടിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം അങ്ങനെയൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര വലിയ കാര്യമായിട്ടൊക്കെ തോന്നുന്നു. ഇതൊന്നും വലിയ കാര്യമല്ല. ഇവർ നേരത്തെ തന്നെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടാവും. അതിനു വേണ്ടിയിട്ടാണല്ലോ ചില ഇപ്പോൾ മംഗലാപുരം യാത്രയും അതിലേക്ക് ആരാണ് കാശ് കൊടുത്തത് എന്നൊക്കെ അന്വേഷിച്ചാൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പുറത്തു വരും. ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് രസകരമായൊരു സംഭവം കൂടി നിങ്ങളോട് പറയാനുണ്ട്. കാരണം നേരത്തെ അദാനിക്കെതിരെ ഒരു കേസ് വന്നിരുന്നു. ആ കേസെന്ന് പറയുന്നത് മാധവിപുരി ബുച്ച് എന്ന് പറയുന്ന സെബി, അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് വലിയ സ്ഥാപനമുണ്ട്. അതിൻ്റെ ഹെഡായിട്ട് വന്നത് മാധവിപുരി ബുച്ച് എന്ന് പറയുന്ന ഒരു ലേഡിയാണ്. അപ്പോൾ അവർ മാനേജ്മെൻറ്റിലൊക്കെ ഉന്നത ബിരുദം കരസ്ഥമാക്കിയതാണ്. അവരുടെ ഹസ്ബൻഡും ഒക്കെ തന്നെ IIM-ലൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളാണ്. ഇവരും IIM-ലൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലൊന്നും ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഈ മാധവിപുരി ബുച്ചിൻ്റെ ഭർത്താവ് ഒരു കൺസൾട്ടൻസി ഫേം നടത്തുന്നുണ്ട്. അത് അത്യാവശ്യം പ്രശസ്തമായിട്ടുള്ള അദാനിയൊക്കെ ക്ലൈൻ്റ് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻസി ഫേം കൂടിയാണ്. അപ്പോൾ അദാനി അങ്ങനെ ഒരു കൺസൾട്ടൻസി, ഈ അദാനിയുടെ വേണ്ടി കൺസൾട്ടൻസി ഫേം നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് മാധവിപുരി ബുച്ച് ഈ പറയുന്ന സെബിയുടെ ഡയറക്ടറായിട്ട്, ഹെഡായിട്ട് അവരോധിക്കപ്പെട്ടത്. അപ്പോൾ അന്ന് ഞാനൊരു തവണ ബാംഗ്ലൂരിൽ ചെന്ന് അവിടുത്തെ ഒരു പ്രമുഖനായിട്ടുള്ള കൺസൾട്ടൻറ്റുമായി സംസാരിച്ച് നിൽക്കുമ്പോൾ
അവിടെ നമ്മളെക്കാളൊക്കെ സീനിയർ ആയിട്ടുള്ള വേറൊരു ബിസിനസ് കൺസൾട്ടൻറ്റ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എത്തി. ആ എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മറ്റേ കൺസൾട്ടൻറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, ശരിക്കും അതുണ്ടെങ്കിൽ മാധവിപുരി ബുച്ചിനൊക്കെ അദ്ദേഹം മാധവിപുരി ബുച്ച് സെബിയുടെ ഹെഡായതുകൊണ്ട് ഭർത്താവിന് എന്ത് ഗുണമാണല്ലേ കിട്ടിയത്, വലിയ ഗുണമാണ്. കാരണം അന്ന് അദാനിക്കെതിരെ വന്നിട്ടുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് അദാനി വിദേശ രാജ്യങ്ങളിൽ നിരവധി ഷെൽ കമ്പനികൾ തുടങ്ങിയതും ആ ഷെൽ കമ്പനികൾ തുടങ്ങി അദാനിയുടെ തന്നെ കമ്പനികളുടെ ഷെയറുകൾ വാരിക്കൂട്ടി എന്നുള്ളതുമാണ്. അപ്പോൾ അങ്ങനെ മാർക്കറ്റിൽ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ഷെയറുകളുടെ വരുമാനം കൂടും. അങ്ങനെ വരുമാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നമ്മുടെ ഷെയറിൻ്റെ വാല്യൂ കൂടും. അതായത് 100 രൂപ ഷെയറിൻ്റെ വാല്യൂ 1000 രൂപയാവും. ഇങ്ങനെ സ്വന്തം കമ്പനിയുടെ തന്നെ ഷെയറുകൾ ഒരു കൃത്രിമമായ വിലക്കയറ്റം സൃഷ്ടിച്ച് വില കൂട്ടാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എൻ്റെ പ്രേക്ഷകർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 10 രൂപയുടെ ഷെയർ ശരിക്കും 1000 രൂപയായാൽ 2000 രൂപയായുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗോൾഡൊക്കെ കൊണ്ട് പ്ലഡ്ജ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഷെയറുകൾ കൊണ്ട് നമുക്ക് ബാങ്കിൽ കൊണ്ട് കൊടുത്താൽ, ബാങ്കിലൊക്കെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട് ഇവർക്ക് നല്ല ബന്ധത്തിലായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ വലിയ പെർസെൻറ്റേജ് തന്നെ ഇവർക്ക് ലോണായി കിട്ടും. വേണമെങ്കിൽ 80-90% ലോണായി കിട്ടും. അപ്പോൾ അത്തരത്തിൽ ലോണായി കിട്ടുമ്പോൾ അതിന് വളരെ ചെറിയ ഇൻട്രസ്റ്റ് കൂടി കൊടുത്താൽ മതി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ നമ്മുടെ വലിയ പണക്കാരൻ എന്ന് പറയുന്ന ഇലോൺ മസ്ക് അടക്കം അദ്ദേഹത്തിൻ്റെ 268 മില്യൺ ഓഹരികൾ കൊണ്ടുപോയിട്ട് ഇതുപോലെ പണയം വെച്ച് $65 ബില്യൺ മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി പണയം വെച്ച് $15 ബില്യൺ മേടിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ടോട്ടൽ അദ്ദേഹം ഏതാണ്ട് $75 ബില്യണോളം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ലോണായിട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ടെസ്ലയും അതുപോലെ തന്നെ മറ്റേ നമ്മുടെ സ്പേസ് എക്സും ഒക്കെ വലിയ നഷ്ടത്തിലാണെന്ന് കൂടി നിങ്ങൾ അറിയണം. അപ്പോൾ അദ്ദേഹത്തിന് ഏതാണ്ട് ഒരു 7.5 ലക്ഷം കോടി രൂപ ലോൺ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം ഈ എക്സ് പ്ലാറ്റ്ഫോം മേടിക്കുകയും ട്വിറ്റർ, അതായത് നേരത്തെ ട്വിറ്റർ ആയിരുന്ന എക്സ് മേടിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ കഥയിലേക്ക് തിരിച്ചു വന്നാൽ ഞാൻ ബാംഗ്ലൂരിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ സുഹൃത്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മാധവിപുരി ബിച്ചിൻ്റെ ഭർത്താവായത് ഭാഗ്യം, ഭർത്താവായത് കൊണ്ടിട്ട് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അദാനിയുടെ കൺസൾട്ടൻസിയൊക്കെ കിട്ടുകയാണ്, വലിയ ഉയരങ്ങളിലേക്ക് എത്തുകയാണ്, വലിയ പണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. കാരണം അദ്ദേഹത്തെ ഇവർക്കറിയാവുന്ന ഒരാളാണ്. അപ്പോൾ അപ്പോഴാണ് ഈ സീനിയറായിട്ടുള്ള കൺസൾട്ടൻറ്റ് വരുന്നത്. അദ്ദേഹം യഥാർത്ഥത്തിൽ എൻ്റെ ഓർമ്മയിൽ നിന്നെടുത്ത് പറഞ്ഞാൽ ഇദ്ദേഹവുമായിട്ട് എന്തോ ബന്ധമുള്ള ഒരാളാണ്. ഈ മാധവിപുരി ബിച്ചിൻ്റെ ഭർത്താവായിട്ടൊക്കെ അറിയാവുന്ന, അല്ലെങ്കിൽ അവർക്ക് കോമൺ ആയിട്ട് ചില സുഹൃത്തുക്കളൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം വന്നിരുന്നപ്പോൾ ഇതൊക്കെ ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം വന്ന് സൈലൻ്റ് ആയിട്ട് ഒരു 5 മിനിറ്റ് ഇരുന്ന് കേട്ടതിന് ശേഷം അവരോട് തിരിച്ചു പറഞ്ഞൊരു വാചകം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എടാ, നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടി ആഴത്തിൽ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പഠിക്കാത്തതിൻ്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകം നേരെ തിരിച്ചാണ് കാര്യമെന്ന് പറയുന്നത്. അതായത് മാധവിപുരി ബുച്ച് സെബിയുടെ ഹെഡായിരിക്കുന്നത് കൊണ്ടല്ല ഭർത്താവിന് ഗുണം കിട്ടിയത്. പകരം ഭർത്താവ് നേരത്തെ തന്നെ അദാനിയുടെ പല കൺസൾട്ടൻസി വർക്കുകൾ എടുക്കുകയും കൺസൾട്ടൻ്റായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മാധവിപുരി ബുച്ചിന് ഈ പോസ്റ്റിലേക്ക് അദാനി ഗ്രൂപ്പ് അപ്പോയിൻമെൻറ്റ് കൊടുത്തത് എന്നുള്ളത് അദ്ദേഹം പറയണ്ടേ. എന്ന് പറഞ്ഞാൽ അദാനി ഗ്രൂപ്പ് അപ്പോയിൻമെൻറ്റ് കൊടുക്കാൻ പറ്റില്ല, പക്ഷെ കൊടുത്തേക്കുന്നത് നരേന്ദ്രമോദിയാണ്. പക്ഷെ കൊടുത്തതിൻ്റെ പിന്നിലുള്ള ഒരു താല്പര്യമെന്ന് പറയുന്നത് അദാനിയുടെ താല്പര്യമാണ്. അങ്ങനെ അദാനിയുടെ റെക്കമെൻഡേഷനിലാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം വന്നത് എന്ന് അദ്ദേഹം വളരെ കാഷ്വലായി പറഞ്ഞത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഇത് ശരിയാണോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ പിന്നീട് ഞാൻ അന്വേഷിക്കുമ്പോൾ സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഇത് ശരിയാകാനുള്ള സാധ്യതകൾ തന്നെ കൂടുതലാണ്. അപ്പോൾ ഏതാണ്ട് അതേപോലെ തന്നെ കേരളത്തിലും അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരാളുടെ പേരാണ് ഈ പറയുന്ന കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയിൽ ഭൂരിപക്ഷമില്ലാതിരുന്നിട്ടും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ വലിയ പിന്തുണ ഇല്ലാതിരുന്നിട്ടും ഹൈക്കമാൻഡിന് ഒരു താല്പര്യവും ഇല്ലാതിരുന്നിട്ടും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് മുസ്ലിം ലീഗിനെയും അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളുടെ ജനകീയ വികാരം അദ്ദേഹത്തിന് അനുകൂലമാണെന്നൊക്കെയുള്ള സോഷ്യൽ മീഡിയയിലെ വൻ പ്രചരണങ്ങൾ കൊണ്ട് ഒരു പ്രതീതിന് ഒരു ആളുകൾക്കൊരു പ്രതീതി സൃഷ്ടിക്കാനും ആ പ്രതീതികളിലൂടെ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാനും ഒക്കെ സഹായിച്ചതിൻ്റെ പിന്നിൽ അദാനി ഉണ്ടോ എന്ന് സംശയിച്ചാൽ നമുക്കാർക്കും കുറ്റം പറയാനാവില്ല. ഞാൻ ഇതിനെക്കുറിച്ച് കഥ പറഞ്ഞിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് BCC വിത്ത് രതീഷ് ചക്രപാണി എന്ന് പറയുന്നത് നമ്മുടെ പുതിയ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ VD സതീശൻ യഥാർത്ഥത്തിൽ അദാനി ഗ്രൂപ്പിന് കത്തെഴുതിയിരിക്കുന്നത് കാര്യം നിങ്ങളൊരു വലിയ വയലേഷനാണ് നടത്തിയത്, നമ്മുടെ മുൻകൂട്ടി പെർമിഷൻ ഇല്ലാതെ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ കൈമാറുന്നത് ശരിയല്ല. അതുകൊണ്ട് നിങ്ങൾ 15 മിനിറ്റ് മുമ്പ് അതായത് ഒരു പ്രസ് റിലീസ് ഇറക്കുകയും ആ പ്രസ് റിലീസ് ഇറക്കി 15 മിനിറ്റകം തന്നെ സെബി അറിയിക്കുകയും ചെയ്യുന്ന പണിയൊക്കെ നിങ്ങൾ ചെയ്തു, പക്ഷേ ഞങ്ങളെ അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത് ചെറിയൊരു അതൃപ്തിയുണ്ട് എന്നുള്ളതാണ്.
എനിക്ക് തോന്നുന്നൊരു കാര്യമെന്ന് പറയുന്നത് മിക്കവാറും നമ്മുടെ രേവന്ത് റെഡ്ഡി പ്രധാന മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നമ്മുടെ പിണറായി വിജയൻ എഴുതിയിട്ടുള്ള ഒരു കത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ കത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു ഏറ്റവും ഒടുവിൽ വെച്ചിട്ടുള്ള കാര്യമുണ്ട്, നീ പോ മോനെ വിജയ എന്നാണ്. അതുപോലെ എന്തെങ്കിലും ഒരു വരി കൂടി താഴെ വെച്ചിട്ടുണ്ടാകുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദാനിയുടെ മകൻ്റെ പേരാണ് കിരൺ അദാനി എന്ന് പറയുന്നത്. അപ്പോൾ കിരൺ അദാനിയോട് കിരൺ അദാനി മോനെ, ഈ സതീശൻ മാമനോട് പിണക്കമൊന്നും തോന്നല്ലേ, ഇത് വെറും ആ തൃപ്തിയാണ്, എനിക്ക് തൃപ്തിയാണ് ഉള്ളത്, പക്ഷേ ഞാൻ വെറുതെ കൂട്ടിച്ചേർത്തുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇതിനപ്പുറം ഒന്നും നിഷ്കളങ്കരെ നിങ്ങൾ പ്രതീക്ഷിക്കരുത്.